ഹേ ലവ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു DIY ആയിട്ടാണ്. ആലോവേറ ഐസ് ക്യൂബ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പോയി കാണാം. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടതാണ് ആലോവേറ. നാച്ചുറൽ ആലോവേറയാണ് കുറച്ചുകൂടി ഇതിന് ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ആലോവേറ ആണെങ്കിൽ അത് തന്നെ എടുക്കാം. കണ്ട അതേ മഞ്ഞപ്പശ വരുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പശ പോയിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ചാരി കൊണ്ടുപോയി വെക്കുക. നമ്മളിങ്ങനെ ഇതൊക്കെ കഴുകി വയ്ക്കുക. കത്തി നമ്മൾ വാഷ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് വേറെ സാധനം ഇരിക്കുമ്പോൾ കയ്പുണ്ടാവും. അപ്പോൾ നമുക്ക് തല്ലുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പ് നമ്മൾ കഴുകി എടുത്ത് വെക്കണം. തല്ലുള്ളാണ്ടിരിക്കാനൊക്കെ കഴുകി എടുത്ത് വെക്കുക. ഇങ്ങനെ ചാരി വെച്ചോ. ഇങ്ങനെ നെക്സ്റ്റ് അയ്യോ ഇങ്ങനെ ചാരി വെച്ചോ. പുറത്തേക്ക് മുറ്റത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കെടുത്തിട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും മുള്ള് കളഞ്ഞെടുക്കുക. ഇത്രയും ഭാഗം നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ചെത്തിക്കളയാം. ചെത്തിയിട്ട് വേറെ വല്ല ആവശ്യത്തിനൊക്കെ എടുക്കുക. അതുപോലെ നീക്കി വെച്ചോ. ഇത്രയും ഭാഗം നമുക്ക് മതി. എന്നിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ മുള്ള് കളയാം. അതേ മുള്ള് ഇങ്ങനെ ചെത്തിക്കളഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കളയാം. എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് പുറക്കാം. അതായത് ഇങ്ങനെ രണ്ടായിട്ട് വരും. അപ്പം നമുക്കിതിങ്ങനെ കുറച്ച് പീസായിട്ട് കൊടുക്കാം. ഇങ്ങനെ കഷ്ണമായിട്ട് നമുക്കിങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്കിങ്ങനെ പീസായിട്ട് ഇവിടെ വയ്ക്കുക. ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ തന്നെ വെക്കണം നിങ്ങൾ. അപ്പോൾ ഇതൊരു കട്ട പോലെ ഇരിക്കും. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് ഇതുപോലെ വരയ്ക്കാം. ഈ ആലോവേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺബേണിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ മുഖം ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കും. ഈ ആലോവേറയിൽ വൈറ്റമിൻ ഇ ഉള്ളതിനാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടും നല്ല ഹൈഡ്രേഷനൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സഹായിക്കും. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ സഹായിക്കും. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പല വിധത്തിലുള്ള ഐസ് ക്യൂബ്സിക്കും, മറ്റേ മോൾഡിലൊക്കെയുള്ള ഐസ് ക്യൂബ്സ്, പിന്നെ ഐസ് ട്രേയിൽ, പിന്നെ പലവിധ ജ്യൂസുകളൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യണേ. ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മോർണിംഗ് റൊട്ടീനിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കുറേ നാളത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഒരു ലീഫൊക്കെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരാഴ്ചത്തേക്കുള്ളതുണ്ടാവും. നമ്മളങ്ങനെ കുറേ നാളത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അപ്പോഴത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഒരു തവണയൊന്നും യൂസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ലഭിക്കില്ല. ഒരു മാസമൊക്കെ നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യണം. ഒരു മാസം നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതലും ലഭിക്കുകയുള്ളൂ. ഞാനിത് ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ ഫുൾ ജ്യൂസും ഫേസിൽ അപ്ലൈ ചെയ്യും. അലർജി ഉള്ളവരൊന്നും ഇത് യൂസ് ചെയ്യരുത്. അലോവേറയ്ക്ക് അലർജി ഉള്ളവരൊന്നും യൂസ് ചെയ്ത് ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് ചിലവർക്ക് യൂസ് ചെയ്ത അലർജി ഉണ്ടാവും. ചിലവർ അപ്പോൾ ഐസ് പോണ വരെ മാത്രം വെച്ചിട്ട് ബാക്കി കളയാം. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനിക്ക് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. നിങ്ങൾ എനിക്ക് ഒരു 5 സബ്സ്ക്രൈബേഴ്സും 5 ലൈക്കും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു കിടക്കാച്ച സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.